LK ഗെയിം ഓറൻസി നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് മറ്റേ എപ്പിസോഡ് ഇപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഗെയിം കളിക്കാൻ വന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ബാക്കി കാര്യം വരുന്നത് പഠിച്ചവന് മാത്രം അറിയാം, നമുക്കൊന്നും അറിഞ്ഞൂടാ. നമുക്കിനി നമ്മുടെ ബാഗ് ഫുള്ള് നിറഞ്ഞിക്കല്ല. നമുക്ക് ഒരു സാധനം കണ്ടുപിടിക്കണം. അതുണ്ടെങ്കിൽ കുറച്ച് സുഖമായിരുന്നു ട്രാവൽ ചെയ്യാൻ. എന്തുവെന്ന് വെച്ചാൽ ഇവിടെ നല്ല മരമുണ്ടോ, സ്റ്റിക്കൊന്നുമില്ല. ഇല്ലാക്കാൻ തോന്നുന്നു. യെസ്, ഞാനൊരു ഇതുണ്ടാക്കട്ടെ. ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ ഇതുണ്ടല്ലോടാ, എന്ത് സാധനത്തിൻ്റെ പേരാൻ വിട്ടുപോയി. വേ പോയിന്റ് നോക്കണം നമുക്ക്. വേ പോയിന്റ് അതിൻ്റെ അകത്തൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് അല്ലാണ്ട് തന്നെ കയറി നോക്കാം. ഇവിടെ കാണുന്നില്ല, ഇവിടെയും കാണുന്നില്ല, ഇതിലും കാണുന്നില്ല. എനിക്കൊന്നും വേ പോയിന്റ് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്ന് ക്രിയേറ്റീവ് എടുത്തിട്ട് ആ വേ പോയിന്റ് ഒന്ന് എടുത്തിട്ട് എൻ്റെ ഇതിലൊന്ന് ഇതാകട്ടെ. എന്നാലേ എനിക്ക് ഇതാവുള്ളൂ, അതിൻ്റെ റെസിപ്പി വരുള്ളൂ. വേസ്റ്റോൺ ഇല്ലേ? റാപ്പ് സ്റ്റോൺ പറഞ്ഞിട്ടാ ഒറ്റൊരു പീസ് മാത്രമേ എൻ്റെ കയ്യിൽ വെച്ചേക്കാം. അതുകൊണ്ട് പിന്നെ ആവശ്യമൊന്നുമില്ല. ഇതുണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലേ നോക്കണം എനിക്ക്, എന്നാലേ കാര്യമുള്ളൂ. റാപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതിന് വോയിഡ് സ്റ്റിക്ക് വേണം, പിന്നെ ടെലിപ്പോർട്ട് സ്ക്രോളും വേണം. ടെലിപ്പോർട്ട് സ്ക്രോൾ കിട്ടും നമുക്ക്. വോയിഡ് സ്റ്റീൽ ഇൻഗറ്റാണ് പണി. അതിന് ഇല്ല, വലിയ പണിയല്ല. ഷാഡോ സ്റ്റോണും ഒരു പവർ ക്രിസ്റ്റലും മതിയല്ലേ വോയിഡ് സ്റ്റീല്. അപ്പോൾ നമുക്ക് ഇപ്പം എന്തായാലും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം, അതാണ് കുറച്ച് ബെറ്റർ ഐഡിയ. ഞാനേ ക്രിയേറ്റീവ് എടുത്തിട്ട് ഒരു കാര്യം എന്തായാലും ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യാൻ അല്ലാണ്ട് നടക്കുന്ന പരിപാടിയില്ല, എന്നെക്കൊണ്ട് നടക്കൂല ട്രാവൽ ചെയ്യാൻ. ഇതൊക്കെ ഒന്ന് അവിടെ മാറിപ്പോട്ടെ. ബക്കറ്റ് വേണം. പിന്നെ എനിക്ക് വേണ്ടത് ഒരു സോൾ സാൻഡും കെൽപ്പും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഏകദേശം ആൾക്കാർക്ക് ഇപ്പോൾ കത്തിയിട്ടുണ്ടാകും കാണുന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോകാം. നമ്മളിപ്പോൾ അത്രയും മുകളിലായിരുന്നല്ലേ. താഴെ വരെ അങ്ങ് എത്തട്ടെ. അപ്പോൾ നാം വിചാരിച്ച പോലെയല്ല, വാടം തൊട്ട് താഴെ തന്നെയല്ലേ. അപ്പം കുറച്ച് പണിയാണ്. ഞാൻ ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഇതാവും, അല്ലാണ്ട് കളിക്കാൻ വരെയൊക്കെ നടക്കില്ല. കാരണം എപ്പോൾ നോക്കിയാലും ഞാൻ ട്രാവൽ ചെയ്യാൻ നല്ല സമയം പിടിക്കും. അത് ഇത്ര ദൂരമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, തിരിച്ചങ്ങനെ നടക്കണ്ടേ. അതതിന് വിറ്റ്
വേറൊരു കല്ലും കൂടി എടുക്കാം. ഡീപ്ലെറ്റ് എടുക്കാം. ഇത്ര ആഴ എന്തായാലും നാം വരുള്ളൂ, അതിൽ കൂടുതലൊന്നും വരുമെന്നില്ല. കാരണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും. കാരണം ഇതിൽ സ്പോൺ പോയിന്റ് എന്ന് പറയുന്ന സാധനമില്ല. ഞാൻ ട്രാവൽ ചെയ്യുമ്പം വേസ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. വേസ്റ്റോൺ കിട്ടുന്ന മുമ്പ് നമ്മൾ ഇതാക്കുന്ന സമയത്ത് നല്ല പണിയാണ്, ഭ്രാന്തായി പോകും നമുക്ക്. അതുകൊണ്ടാണ് ഈ പരിപാടി ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഏത് വേൾഡ് എടുത്താലും നിങ്ങൾ ഈ പരിപാടി കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ഈ പരിപാടി ഇല്ലാണ്ട് ഒരു വേൾഡും കളിക്കില്ല. കാരണം ഇത് സുഖമാണ് പരിപാടി. ടെലിപ്പോർട്ടൊക്കെ ചെയ്താൽ മതിയല്ലോ. മറ്റേത് വേസ്റ്റ് ഓൺ ഉണ്ടെങ്കിൽ അതിൽ എളുപ്പമാണ്, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് വേസ്റ്റ് ഓണും ഇല്ല, ഒന്നുമില്ല, നല്ല പണിയുമാണ്. നല്ലോണം ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. നമുക്ക് ഇവിടം വരെ എത്തണം. ഒന്ന് ഇത് ബിൽഡ് ചെയ്തിട്ട് നാം വരാം. ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, നാം തിരിച്ചു വന്നു. ഈ സാധനം നാം ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോൾ മറ്റേ യുദ്ധക്കള എന്തായാലും കൊള്ളു ഇന്നലത്തെ അതേപോലത്തെ വലിയ വല്ല സ്ഥലവും കിട്ടണം. എന്നാൽ നല്ല സുഖം ഉണ്ടാവും കളിക്കാൻ. ആദ്യം കിടന്നുറങ്ങുക. എന്തായാലും ഈ വേസ്റ്റോണ് നമ്മൾ നമ്മുടെ ഹോമെന്നും പറഞ്ഞിട്ട് ഇവിടെ ഞാൻ അടിച്ചു വെക്കുന്നുണ്ട്. ഹോം നമുക്ക് വേറെ വല്ല വേസ്റ്റോൺ കിട്ടുവാണെങ്കിൽ ഇതാക്കാം. പിന്നെ മറ്റേ ഇങ്കറ്റും കാര്യം ഉണ്ടാക്കാൻ നടക്കും നമുക്ക്. അത് നമുക്ക് ഈ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കണം. അപ്പോൾ ഇതെല്ലാം പോട്ടെ. ഇതെന്താ ഇതിപ്പോൾ ബുക്ക് ഫെദർ ഫോളിങ് 1 കിട്ടിയേക്കുന്നത്. ആർമർ ഇപ്പം നിലവിൽ ആവശ്യമില്ല. എട്ട് ഡാമേജാ ട്രൈഡൻറ്റിന്. എന്തായാലും ഇരിക്കട്ടെ. ഇരിക്കുന്ന സാധനമല്ലേ ഇരിക്കട്ടെ. ബാക്കിയുള്ള സാധനം ഞാൻ എടുത്തൊന്ന് വെച്ചിട്ട് നിങ്ങൾ ഇതാക്കുക. അല്ലാണ്ട് ഇതും കൂടെ ഞാൻ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഇതെല്ലാം ക്ലിയറാക്കി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. നമുക്കിനി ലെവൽ 2 നമുക്കൊന്ന് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇതിനെത്ര ആവശ്യമുണ്ട്. മാർമർ 16 വേണം. 16 പിക്കാക്സ് ഇപ്പം നിലവിൽ നമുക്ക് ഇത് മതി, അയണ്ട മതി. അതിൽ കൂടിയ പിക്കാക്സ് ഒന്നും നമുക്കിപ്പം നിലവിൽ ആവശ്യമില്ല. അല്ലാണ്ട് വേറെന്തല്ല, ഒരു ഗ്ലാസ് എടുക്കും.
പിന്നെ എന്തൊക്കെയോ മറക്കുന്ന പോലെ ഫീലാവുന്നു. ചെസ്റ്റും കാര്യമൊക്കെ ഓക്കെ, അത് നമുക്ക് വിടാം. ആക്സിന് ഇതും ഓക്കെ. നമ്മുടെ കട്ടാനൊക്കെ എത്രയായിരുന്നു വേണ്ടേ? കട്ടാനയ്ക്ക് 31 മീല് ആൽജിബിലിറ്റി. കുറച്ച് പണിയാണ്. സ്പീഡ് ബൂസ്റ്റ് എന്നല്ല ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതങ്ങ് അപ്ഗ്രേഡ് ചെയ്ത് പോകും. 14 15ഉം 16. അപ്പം നമുക്ക് ഡയമണ്ടിൻ്റെ ചെസ്റ്റും കാര്യങ്ങളും ഇടാൻ പറ്റും. നമുക്ക് എന്തായാലും ഫുഡ് ഈ രാത്രി കിടന്നിട്ട് ഉറങ്ങിയിട്ട് പോവാം. എന്നിട്ട് രണ്ടൊരു ഓർമ്മയിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ലാസ്റ്റത്തെ ഇതിൽ 510ഉം 1100 സംതിങ് ആണെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ടൈപ്പ് ചെയ്യാം /TP 110 -1120 അടിച്ചൊക്കെ എന്താ അവസ്ഥ വരുമെന്ന്. ചാത്ത് കല്ലം തീർന്നു. വാട്ടർ ബക്കറ്റ് ക്ലച്ച് /TP 110. മറ്റേ ലെവലല്ലേ മോഡല്, നോട്ട് ലെവലല്ലേ മോഡല് അല്ലേ? തോന്നുന്നു. അയ്യോ, നമ്മൾ ക്ലച്ച് എടുത്തിരിക്കുന്നു. ഇവിടെയായിരുന്നു നമ്മൾ ലാസ്റ്റ് നിർത്തിയത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ട്രാവൽ ചെയ്ത് നോക്കാം. കടലാണല്ലോ ഫുള്ള്. വെറുതെ അല്ല ഇന്നലെ നമ്മൾ കടൽ മീനും വന്ന് അടിച്ചത്. ഇപ്പം എനിക്ക് തിരിഞ്ഞു. ട്രാവൽ ചെയ്ത് നാം എല്ലാം കാണുമ്പം നിങ്ങളെ അറിയിപ്പ് അയക്കാം. ഹലോ ഗൈസ്, നമുക്കൊരു സ്ഥലം കിട്ടിയേക്ക്. ഒരു ഡഞ്ചൻ പോലത്തെ സ്ഥലമാണ്. അവിടെ ഒരു ഡഞ്ചനുണ്ട്, ഇവിടെ ഒരു ഡഞ്ചനുണ്ട്. എനിക്ക് തോന്നുന്നത് വലിയ ഡഞ്ചനായിരിക്കും. ഒരു സെക്കൻഡ്, ഞാൻ മറ്റേ സ്പെക്ടറേറ്റർ മോഡിലേക്ക് പോട്ടെ. വലിയ ഡഞ്ചനാണെങ്കിൽ നമുക്ക് കോളായിക്കും മോനെ. വലിയ ഡഞ്ചനായാൽ മതിയായിരുന്നു. ഇത് മറ്റേ സാധാ തന്നെ. ഓ ഇത് നമ്മുടെ സാധാ ഡഞ്ചൻ തന്നെ. മറ്റേ സൈഡിൽ എന്തോ ഡഞ്ചൻ. ഇവിടുത്തെ ഡഞ്ചൻ സെയിമാന്ന് തോന്നുന്നു കണ്ടിട്ട്. സെയിം സ്പെക്ക് ഡഞ്ചൻ തന്നെ. സെയിം സ്പെക്ക ഡഞ്ചൻ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്ക് ആദ്യത്തെ പോയിട്ട് ഡഞ്ചൻ ക്ലിയർ ആക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ കൊടുക്കാം. ഓ, അപ്പം നമ്മൾ എത്തി. പൈസ കൊടുത്താൽ 200 500. അപ്പോൾ ഇതായി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് പോയി അടിക്കാം അമ്മമാരെ.
ഇവന്മാരൊന്നും വലിയ ഇതൊന്നല്ല, സീനുള്ള ആൾക്കാരൊന്നല്ല. എനിക്ക് വലിയ ഡഞ്ചൻസ് ആയിരുന്നു വേണ്ടത്. വലിയ ഡഞ്ചൻസ് കിട്ടുന്നില്ല, എന്താന്ന് അറിഞ്ഞൂടെ. എന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. വലിയ ഡഞ്ചൻസ് എന്തായാലും കിട്ടുന്നില്ല, അത്ര എനിക്ക് അറിഞ്ഞത്. ഇവന്മാരെ അടിച്ചിടിച്ച് കൊന്ന് കുഴിച്ചു പോകുന്ന എനിക്ക് കൊന്ന് തീർത്താന് കുടിച്ച് തീർത്ത അവന്മാരെ. എൻ്റെ ഇത് ഫുള്ളായോ പെട്ടിയപ്പോഴത്തേക്കും? ഉള്ള ചപ്പൻ ചവറ് ഫുള്ള് എൻ്റെ പെട്ടിക്കകത്താണല്ലോ. ഇതെന്തൊക്കെ ചപ്പൻ ചവറുള്ളത്? സ്ലീപ്പിംഗ് ബാഗ്. സ്ലീപ്പിംഗ് ബാഗ് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞത്. ഇതൊന്നും ആവശ്യമില്ല കൊണ്ടുവന്നൊക്കെ. നമുക്ക് താഴത്തേക്ക് പോയിട്ട് ബാക്കിയുള്ളവരും കൂടി അടിച്ചിടാം. വലിയ ഡഞ്ചൻസ് ഒന്നും കിട്ടുന്നില്ല. എല്ലാം താഴെ പോവാ. നിന്നെ നിന്റെ അപ്പൂപ്പനെ എല്ലാത്തിനെയും ഞാൻ കൊണ്ടുവരാം. അടക്കം അവിടെ എന്താ പറയുക? വെടി വെക്കും നിന്നെ. നീ വെടി വെക്കുന്ന പിടി ഒന്നില്ല, ചത്തില്ല. എന്നാ കിടച്ചാവും, നീ ചത്തില്ല. അമ്പോ രണ്ടെണ്ണം വെടി വെക്കുന്നത്. എവിടാ ലാസ്റ്റ്? വന്നോളാം, മറന്നുണ്ടോ? അമ്പോ ഇവൻ എന്നെ തല്ലാണ്. നിന്നെ കൊല്ലണം, നിന്നെ കൊല്ല ഒന്നടാ ഒന്നുമില്ല. അല്ല പിന്നെ നമുക്ക് ആവശ്യമുള്ള ചപ്പും ചവറൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള പോലെ സാധനം ഉണ്ടെന്ന് പറയാം. അയണിങ് കത്തും. നമ്മുടെ ബാഗ് എടുക്കാം. ബാഗിൻ്റെ അകത്തേക്ക് എല്ലാ സാധനവും തള്ളിത്താഴെ. കുറച്ച് വെള്ളം എടുത്തിട്ട് സാധനം എടുത്തേക്കളെ. പ്രശ്നം ഇപ്പോൾ കൊല്ലും. പോട്ടെ 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 പോട്ടെ. ബാക്കി എല്ലാ സാധനം പോത്ത സാധനങ്ങളാണ്, അതൊക്കെ എല്ലാം എടുത്ത് വെക്കാം മാനുവൽ. ഓ ഈ രണ്ട് സാധനം ഹേസ്റ്റ് എനിക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഹേസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇതിവിടെയാണ് പണി. ഇതിൻ്റെ അകത്ത് വലിയ സാധനമൊന്നും ഇത് ചാടിക്കിടക്കാനാണ് പണി. അമ്പോ അടിച്ച് കൊന്ന് എന്നെ വീഴ്ച കൊടുന്നാല്. ഇവൻ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. ഇവനെ ഈ വെടി വെക്കുന്നവന്മാരെ കൊല്ലണം. അമ്പോ
ഇതെന്താ ജീവൻ കൂടാത്ത? പറ്റിച്ചേ. ഇതവിടെ ഇവിടെ എൻ്റെ അമ്മോ, ഇവനെന്ത് അടി അടിക്കുന്ന? അത് റീജനറേറ്റ് ആവാത്ത? ആ സംഭവം എനിക്ക് ഇത്ര ഡാമേജ് ആയിരിക്കുന്നത്. ആർമർ പൊട്ടിയെന്ന് തോന്നുന്നു. എൻ്റെ എങ്ങനെയെങ്കിലും ഒന്ന് ആർമർ ഒന്ന് സെറ്റ് ആക്കണമല്ലോ. കൂടുതൽ എൻ്റെ ആർമർ പൊട്ടിയിട്ടുണ്ടോ പുള്ളി? യെസ്, ഞാൻ പറഞ്ഞത് കറക്റ്റ്. എൻ്റെ ആർമർ ഫുള്ളായിട്ട് പൊട്ടി. നമുക്ക് ഇനി ആർമർ ഉണ്ടാക്കാം. നമ്മുടെ ആർമർ സെറ്റ് ബാഗിൽ നിന്ന് ഡയമണ്ട് എടുക്കും. ഡയമണ്ട് എടുത്തിട്ട് ആർമർ ഉണ്ടാക്കും. എത്തുന്നല്ലോ ഉണ്ടായി. ലെഗിങ്സ്, ബൂട്ട്സ്, നമ്മൾ ഫുൾ പ്രൊട്ടക്ഷനായി. ഇനി നമ്മളെ തൊടാൻ ആരെ കൊണ്ടും നടക്കില്ല. ആവശ്യമില്ല ചപ്പും ഈ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയാണ്. കുറേ ഉണ്ട് വേസ്റ്റ്. ഇതിൽ എല്ലാത്ത ഉറക്കം വീക്കും. വായപ്പോ വാ 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 അടിക്കാൻ വാ അടിക്കാൻ വാ അടിക്കാൻ വാ. അവിടെ എന്തോ ഉണ്ട് എന്തായാലും. കൂടാ കൂടാ കൂടാ. നീയൊക്കെ വിചാരിച്ച എന്നെ തൊടാൻ പറ്റില്ലടാ. എൻ്റെ പുല്ലിൽ പോലും തൊടാൻ പറ്റില്ല. എൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. മാറിപ്പോയി ഉള്ളത്. ഇനി ഞാൻ അൺസ്റ്റോപ്പബിൾ ആണ്. അൺസ്റ്റോപ്പബിൾ. നിന്റെ അപ്പന്മാരെ എല്ലാത്തിനും ഞാൻ കൊല്ലു. കൂടാ കൂടാ കൂടാ. അല്ല പിന്നെ ഇങ്ങോട്ട് വന്നതേ ഓർമ്മയുള്ളൂ. തീർന്നത് കണക്കാണ്. ഇതിൻ്റെ പുറകിൽ യെസ്. വാവ്, ആ കൊള്ളാം. ആയിട്ടെ അമ്പോ, നമ്മളൊരു വലിയ യുദ്ധം കഴിഞ്ഞു. യുദ്ധം. ഈ ഡയമണ്ട് ഇവിടെ പോട്ടെ. പിന്നെ വേറെന്തൊക്കെ സാധനം പോകാനുള്ള എല്ലാം പോട്ടെ. എല്ലാം പോട്ടെ. ഡെയിം എന്താ പോകത്ത്? അറിഞ്ഞൂടാ എന്താ പോകത്ത്. ഇതും പോകുന്നില്ല. ആർക്കറിയാം. ക്രോസ് ബ്രോ ഒക്കെ എനക്കെന്തിനാ? വാ, ഇതിലെന്തുള്ള ഉപകാരമുള്ള ഒറ്റ സാധനമാണ്. വാ 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 വാ. പിന്നെ നിന്റെ എല്ലാത്തിനും ഞാൻ കൊല്ലും. വെടി എൻ്റെ നെഞ്ചത്ത് വെക്കരുതെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ തീരും നമ്മൾ. അതാണ് നമ്മളെ കളി. ജീവിക്കാൻ സമ്മതിക്കൂലാരെ, കൊന്നിടും. ഉള്ള ചപ്പും വേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും റെയ്ഡ് ചെയ്തിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ.
ഇവിടെയൊക്കെ റീഡ് ചെയ്യുന്ന വേസ്റ്റ് ടൈം വേസ്റ്റ് ആക്കുന്നത് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കുറേ അയണുണ്ടല്ലോ, അയൺ എടുക്കാം. കാരണം നമുക്ക് അയൺ ഫാമൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. ഭാവിയിൽ അയൺ ഫാം എന്തായാലും ഉണ്ടാക്കണമല്ലോ, ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ പോരാ, പോയി പണിയോ ഞങ്ങൾക്കൊന്നും പോയി എന്നോട് അടി ഉണ്ടാക്കാൻ. ഈ ഡഞ്ചൻ അല്ലാണ്ട് വേറെ ഡഞ്ചൻസ് ഉണ്ട്. ഇതൊക്കെ വളരെ ശോകം പിടിച്ച ലൂട്ടും കിട്ടും. ഒരു തണ്ട വേസ്റ്റൊക്കെയാണ് കിട്ടും, വേസ്റ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡഞ്ചൻ ഇഷ്ടമാണല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ പറ, കമൻറ്റിൽ പറ. എന്തായാലും എനിക്കിഷ്ടമല്ല. വേറെ എവിടെയെങ്കിലും പോവാം. അവിടെ ഇന്ന് വെടിയൊക്കെടാ സ്കെൽട്ടൻ തേറി. ഡാർക്ക് ഫോറസ്റ്റിലാണെങ്കിലും വലിയ സ്ഥലങ്ങളൊന്നും കാണാനില്ല. എന്തോ സാധനമാണ് അവിടെ, എന്തോ വീടാണല്ല. ഈ ബ്രിഡ്ജിന്റെ ഫോറസ്റ്റ് ആണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അതാണ് എന്തോ 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 കണ്ട്. യെസ്, ഇത് നമ്മൾ കളിച്ച സ്ഥലമാണോ നോക്കാം. ആദ്യം അത് പോയി നോക്കാം. അല്ല അമ്മ, എനക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നല്ലോ. വാ 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 വാ. എല്ലാത്തിനെയും കൊന്ന് എല്ലാത്തിനെയും ചവിട്ടിക്കൊല്ലുന്ന നിന്റെ ഒപ്പപ്പാനെ കൊമ്മാനടാ ഞാൻ. എന്നെ തന്നെ നീ കൊല്ലാൻ വരും. പോടാ പോടാ പോടാ. നീ ഒന്നും എൻ്റെ അടുത്ത് ഒരു കളി കേൾക്കാൻ പറ്റൂല. നാം വളരെ പ്രോയാണ്. എങ്ങോട്ടാടാ ഓടുന്നത്? എവിടെ ബാക്കിയുള്ളവന്മാര്? നീ എന്നെ വെട്ടണ്ട, നീ അത് നിന്നെ സംരക്ഷിക്കും. ഇവന്റെ കഥയും കഴിക്കും. നൈസ്. സ്പീഡ് കുറഞ്ഞു. ചലന്തിയും മണ്ണാങ്കട്ടയൊക്കെ വന്നത് അതൊന്നും നമുക്ക് വേണ്ട. വാ 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 കുട്ടികൾ വരൂ. അപ്പൂപ്പ അപ്പൂപ്പ. അമ്മേ, അപ്പൂപ്പൻ എനിക്കിപ്പോൾ ചവിട്ട് തരുമല്ലോ. ചവിട്ട് തരുന്ന മുമ്പ് ഡാ ഇത് കണ്ടോ എന്തോ സാധനമൊന്ന്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ചാടിയിട്ട് ഒരു വെട്ട് വെട്ടി ചാവാനുള്ളത് എഴുതി ചിലക്കുന്നു. ബാം 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 ബാം. അല്ല എത്രയേ ഉള്ളൂ, എന്നിട്ടാണ് വന്ന് ഇതാക്കുന്നത് എൻ്റെ അടുത്ത്. ആരോ ആണെന്നും പറഞ്ഞിട്ടുള്ള. ഈ സ്ഥലവും വലിയ ലോട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമുക്കടുത്ത ഒരു സ്ഥലം കണ്ടിട്ട് ഇതാവാം. അല്ലാണ്ട് വീഡിയോൻ്റെ ലെങ്ത് കൊടുത്തതേ ഉള്ളൂ. ഏതെങ്കിലും മറ്റേ നമ്മുടെ സ്ഥലത്തെ പോലെ ഏതെങ്കിലും അങ്ങനത്തെ വലിയ ടെൻഷൻസ് കിട്ടും, എന്നാലൊരു സുഖമുള്ളൂ. മറ്റേ മുകളിലേക്ക് പോകുന്ന ഡഞ്ചനൊക്കെ ഉണ്ടല്ലോ, അത്. ഇതിന് വല്ല ഡഞ്ചൻ്റെ കോമ്പസും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സുഖമായേനെ.
കണ്ടുപിടിക്കാൻ. ഇത് ഡഞ്ചൻ്റെ കോമ്പസും ഇല്ല, മണ്ണാങ്കട്ടയില്ല, ഒന്നുമില്ല. ഇങ്ങനെ നടന്ന് കണ്ടുപിടിക്കണം. അതാണ് ദേഷ്യം വരുന്ന കാര്യം. ശരിക്കും അത് ഇതിന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടേ ഇന്ന് നാം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ സത്യമാകുന്നുണ്ട്. ഒരു 1K സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു. 1 2 ഇതെൻ്റെ ഒരു ഓർമ്മയിൽ ഏത് ടൈപ്പാ? മറ്റേ അണ്ടർഗ്രൗണ്ട് ആണോ? എന്ത് ഇങ്ങനത്തെ സൗണ്ടൊക്കെ? പോടാ എനിക്ക് പോടാ. ഓ പൊട്ടി, കത്തി പൊട്ടി, കത്തി പൊട്ടി, കത്തി പൊട്ടി. നമ്മുടെ ഡാഗർ ഉണ്ട്, ഡാഗർ. ഓ സ്പീഡും തീർന്നു. നിന്റെ നെഞ്ചത്തിട്ടാൻ കുത്തോടാ, മാറാ. എവിടെടാ നീ? നിന്റെ എല്ലാത്തിൻ്റെയും നെഞ്ചത്ത് നല്ല ഡാഗർ കുത്തിക്ക് വെച്ച്. അത്രേ ഉള്ളൂ. എന്താ ക്യാന്നും പറഞ്ഞിട്ട് വച്ചേക്കുന്നത്? അല്ല ഇല്ല എടുത്തു കളഞ്ഞ പോഷൻ റീജനറേഷൻ. കട്ടാനൊക്കെ വെറുതെ എന്ന് തോന്നുന്നു എനിക്ക് തീരുന്നത് ആൾക്കാരുടെ അടുത്ത്. എനക്കറിഞ്ഞൂടാ, ഫ്രീ ഇന്നാന്നും പറഞ്ഞിട്ട്. കാരണം എന്ന് വെച്ചാൽ 2 എയർക്രാഫ്റ്റ് കളിച്ച സമയത്ത് കട്ടാന എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് കട്ടാന. അതാണ് എനിക്ക് സങ്കടം. അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പൊന്നും പറഞ്ഞിട്ട് ഇതാക്കാം. ഇത് വെറുതെ ഇന്നാന്ന് പറഞ്ഞിട്ട് തീരുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു സാധനം ആവശ്യമുള്ള സമയത്തൊന്നും തരൂല. എല്ലാ ആവശ്യം ഇതെന്താ? എന്താ പ്രശ്നം എന്താ പറ. പ്രശ്നം എന്താന്ന് പറ. പ്രശ്നം കഴിഞ്ഞെങ്കിൽ പറ. വന്നിട്ട് തീർത്തി തരാം പ്രശ്നം. നിനക്കെന്താ പ്രശ്നം? നിന്റെ പ്രശ്നം കഴിഞ്ഞോ? തീർന്നല്ലോ? എന്നെ അടിക്കൂലല്ലോ? എന്നതിന് മിണ്ടാട്ട് ചോദിക്കാം. അല്ലേ എവിടെങ്കിലും കുതിരയും കൊണ്ട് വന്നേക്കോ ചിലക്കാനായിട്ട് ഇതിൻ്റെ അടുത്ത്. ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ആവശ്യമില്ലാത്ത സാധനമെല്ലാം പോയ പുറത്ത്. ഗെറ്റ് ലോസ്റ്റ്. എറിഞ്ഞാൽ കിട്ടൂല തിരിച്ച്. അല്ലെങ്കിൽ താൻ അവന്മാരെ മുകളിൽ തന്നെ ഇട്ട് എറിഞ്ഞേനെ. താന് എറിഞ്ഞെറിഞ്ഞ് കളിച്ചേനെ താന്. ഈ ഹേസ്റ്റിൻ്റെ അത്രയും കിട്ടുന്ന കട്ടാന എനിക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. എന്നാലും എനിക്ക് ഹേസ്റ്റിൻ്റെ കാര്യം തിരിയാത്ത. ഹേസ്റ്റ് എങ്ങനെ എനിക്ക് ഇത്രയും കൂടുതൽ കിട്ടുന്നത്? I did not understand that. നമുക്ക് 1 2 ഡയമണ്ട് വേണം, ഒരു സ്റ്റിക്കും വേണം.
ഫുഡ് മാറ്. മൈനിങ് ഫട്ടിക്ക് എനിക്ക് ആവശ്യമില്ല, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഫുഡ് എടുക്കുന്നത് നിങ്ങൾ എന്നെ പോലത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉച്ചക്കാർ വെറുതെ ഞാൻ ആ സാധനം ഉണ്ടാക്കിയ ഒരു സോഡ്. നിന്നെ കൊല്ലാണ്ടിരിക്കാൻ പറ്റൂല. നീ എന്നെ കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇട്ടടിച്ചത്. നിന്നെ അടിച്ച് കൊല്ലും. ഓ ഷിറ്റ്, എൻ്റെ ഹങ്കർ ബാർ അത്ര എത്തുന്ന. എന്താണ് വിചാരിച്ചേ എന്നെ കുറിച്ച്? നീ എന്താ വിചാരിച്ചേ? നിന്നെ ഞാൻ പപ്പടാക്കത്തില്ല എന്നാ? നിനക്ക് എൻ്റെ സ്പീഡ് പിടിക്കാൻ പറ്റുമോടാ? എൻ്റെ സ്പീഡ് നിനക്ക് കിട്ടുമോ? കിട്ടുക. ഓ വലിച്ചെടുക്കുന്നുണ്ടവൻ. അടി അവനെന്താ ഏക്കാത്തെ? അവനെ ഡാമേജ് ഏക്കുന്നില്ല. എന്തോ ബഗ്ഗായിക്ക്. എടാ ഡാമേജ് ആക്കടാ. ഇതെന്താ ഡാമേജ് ആക്കാത്ത? എനിക്ക് തിരിയുന്നില്ലേ. ഞാൻ എന്തായാലും മൂന്നാമത്തേക്ക് ബാക്കിയുള്ളവന്മാർ പോയി അടിച്ച് ചപ്പാത്തി ആയിട്ട് തീർന്നില്ലല്ലോ. തീരാൻ വഴിയില്ലല്ലോ. പോയെങ്കിൽ നടക്കൊന്നും വഴി എന്നോട് ഫൈറ്റ് ചെയ്യാൻ. ബാക്കി ലോഡായിക്കില്ലടാ, ഇവിടെ. അപ്പം നമുക്ക് ഈ സ്ഥലത്ത് ഇന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് ഇവിടെ വിട്ട് പോവാം. അടുത്തൊരു അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു സ്ഥലം കണ്ടിട്ടില്ല, അവിടെ നമുക്ക് പോയിട്ട് റൈഡ് ചെയ്യാം. പൊടാ എവിടെയായിരുന്നു കണ്ടത്? വെറുതെ എടുത്തടിക്കുന്ന. ഇതെന്ത് എന്താ മാങ്ങയെന്ന് വന്നതാണോ ചിലക്കെന്ന്? അതിൻ്റെ അടുത്ത് മാറ്റാ സാധനം. കയ്യോ എന്തോ ഒന്ന് പറയാൻ. ഗതിക ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തെത്തിയില്ലേ? ആടാ, ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാ. നമ്മൾ കറങ്ങി ഇവിടെ എത്തി. അപ്പൊ ഏകദേശം ഈ ഒരു സറൗണ്ടിങ് ഫുള്ള് ഞാൻ കവർ ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കിനി അടുത്ത അങ്ങോട്ടേക്ക് പോവാം. ഈ സറൗണ്ടിങ് എല്ലാം കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ്, നമുക്ക് നേരെ ടെലിപ്പോർട്ടായാലോ? ഒന്ന് ആ മാപ്പ് നോക്കിയിട്ട് അങ്ങ് ടെലിപ്പോർട്ടായാലോ? എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഒന്നും ഞാൻ ആദ്യം കണ്ടിട്ടില്ല ഒന്നും. ഇതൊക്കെ ഇപ്പം ജനറേറ്റ് ആയത്. അത് സംഭവം ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാത്ത. ഒന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ തല്ലി കൊല്ലണം.
നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് നമ്മൾ വിചാരിച്ചു രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ചത് വെറുതെ. അപ്പം പിന്നെയും ഒന്നപോലെ ചുറ്റി കറങ്ങിയിട്ട് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതാവാം. അല്ലെങ്കിൽ ടെലിപ്പോർട്ടേഷൻ അടിക്കണം. ടെലിപ്പോർട്ടേഷൻ കുറച്ച് പണിയാണ്. ഒന്നും നോക്കാണ്ട് അടിക്കാൻ പറ്റില്ല. ഏതെങ്കിലും പാതാളത്താ പോയി കിടക്കും. നമുക്കെന്തായാലും ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒന്നും കിട്ടാണ്ടിരിക്കില്ല. പ്ലെയിൻസ് അല്ല. ഫുള്ളി റീജനറേറ്റഡ് ആവാണ്ടിരുന്ന എന്താ? ഫുള്ളി അല്ല, റീജനറേഷൻ അല്ല, ജനറേഷൻ. എന്നാ ഈ വഴി കൂടെയാണോ തിരിച്ചു വന്ന്? എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പുറത്തെ മലയിലേക്ക് പോവാം. വല്ല ഐലൻഡുമാണ്. എനിക്കൊരു ഡൗട്ട്. ഇല്ല, ഇവിടെ എന്തോ ഉണ്ട്. ഇത് നമ്മുടെ മറ്റേ സാധാ ഇത് നമ്മുടെ സാധാ ഇത് നിങ്ങൾ വെച്ച് കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് കാണിച്ചു തരാം. കുറച്ച് പണിയാണ്, നല്ല സുഖം. ഇത് ദിവന്മാരുടെ 2 പേരുണ്ട്. നിന്നെയൊക്കെ കൊല്ലുന്ന എൻ്റെ അടുത്ത് നിങ്ങൾക്കൊന്നും നിൽക്കാൻ പറ്റൂല എന്ന്. കഴിയില്ല. അഹങ്കാരം തീർന്ന സൂക്ഷിച്ചു. ബുൾഷിറ്റ്. നാം വെന്തൊരുക്കി ചാവുമെന്ന് തോന്നിപ്പോ. നിന്നെയൊക്കെ അല്ലാണ്ട് നടത്തോളാം. കുഴപ്പമായപ്പോ എടാ, നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം താഴെ പോകാൻ പറഞ്ഞു. വരുന്നടാ അവിടെ അനങ്ങാതെ വെക്ക്. ഒരു പ്രാവശ്യം പറഞ്ഞ വരുന്നു. ചാവും. എല്ലാ എണ്ണം കാതി കിടന്ന് ലാവേ കിടന്ന് ചാവും. ഓ, അടിച്ചങ്ങ് കൊല്ല് തന്നെയാണ്. ആരുവാന്ന് വിചാരം. എൻ്റെ അകത്തൊരു ചാപ്പം പോലും ഇല്ല. പുല്ല്. ഇങ്ങോട്ടേക്കൊണ്ട് പക്ഷെ വലിയ ലൂട്ടും കാര്യമൊന്നും ഇല്ല ഇവിടെ. അതാണൊന്ന് പറഞ്ഞ സത്യം. ലൂട്ട് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. പിന്നെ HP കിട്ടുന്ന ഡഞ്ചനാണ് അത് തന്നെ. വാ. എന്താടാ ഇവന്മാർ ഇങ്ങനെ ഇട്ട് എയറിലാക്കുന്നത്? അത് അവന്മാർക്ക് ഇത്രയും സ്പീഡ് കിട്ടിയേ. പോടാ. എന്നാലും നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. ഐ ആം പ്രോ. ഈ നായ്ക്കളായിരുന്നല്ലോ സൈഡിൽ നിന്ന് വെടി വെച്ചോണ്ടിരുന്നത്. അതാ ഞാൻ ആലോചിക്കുന്നത്. നിനക്ക് ഇവിടുന്ന വെടി കിട്ടുന്ന. എടാ, നീയൊക്കെ എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റൂല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഞാനങ്ങ് തൊടാനുള്ളതേ ഉള്ളൂ. നിങ്ങളൊക്കെ
പോട്ടെ ഇതും പോട്ടെ. നമുക്ക് അടുത്ത് ഇതിൻ്റെ അകത്തൊന്നുമില്ല. നമുക്ക് ഫുള്ളെല്ലാം പോയി ആക്റ്റീവ് ചെയ്യാം. എല്ലാം ആക്ടിവേഷൻ ചെയ്തിട്ട് നമുക്ക് അടിക്കാം. എന്നാലേ ഒരു സുഖമുള്ളു. ഒരു സിവിൽ വാർ, മിനി സിവിൽ വാർ പോലെ തോന്നുന്നു. വാ 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 എന്താ എല്ലാം മാറി നിൽക്കുന്നത്? വാടാ 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 വാടാ. ഇവിടെ ഇത്രയും പേര് അടിക്കുന്ന സ്ഥലത്ത് നീ എന്ത് ചെയ്യാനാ? അതിൻ്റെ ഇടയ്ക്ക് സോംബി എന്ത് കളി കളിക്കട്ടോ? സോംബിക്ക് വന്ന് ഐക്യു വളരെ കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കണം അമ്മേ. സ്പീഡിന് വേണ്ടി ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞു, അല്ലാണ്ട് ചാവുന്നതിനല്ല. നീ ഇവിടെ ഒളിച്ചിരിക്കണ്ട. ഒളിച്ചിരുന്നിട്ട് ഇതിനടിക്കുന്ന കണ്ട നിന്നെ ഞാൻ കണ്ടുപിടിക്കൂല നീ വിചാരിച്ച. ഓട്ട കഴിഞ്ഞു. ലൂട്ട് എന്തുവാ? ആവശ്യമില്ല, ലൂട്ട് ആവശ്യമില്ല. എനിക്ക് XP ആണ് ആവശ്യം. എന്നാ പിന്നെ XP ഫാം തുടങ്ങിക്കൂടെ എന്നാണോ? രണ്ട് പൊട മറ്റേ സ്പീഡ് റണ്ണ് അല്ല. ഉമ്മാരും വന്നിക്കില്ല അങ്ങോട്ടേക്ക്, ആ സൈഡിലേക്ക്. മറ്റവനടുപ്പ് അതിന്റെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവനറിയാ. ഞാൻ അങ്ങോട്ട് വരാം. ചത്തുക്ക എപ്പോടാ ഒരു വലിയ യുദ്ധമായിരുന്നു ഇത്. യുദ്ധം ഞാൻ ചത്തു. ഇവിടെ ഇത്രയും വലിയ യുദ്ധമൊക്കെ ഉണ്ടാവുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല, സത്യം പറയാലോ. ഇത്രയും വലിയ ഫൈറ്റും കാര്യവും. ഇത്രയും വലിയ ഫൈറ്റ് ഉണ്ടാവും മാനറിയില്ല, സത്യം പറഞ്ഞു. എന്തോ സാധനം അല്ലാണ്ട് മേടിച്ചിട്ടില്ലത് എന്തായിരുന്നു? ഇത് ആവശ്യമില്ല. $19. വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച കപ്പ് കണ്ടില്ല നിങ്ങള്? ഇതാണ് റിച്ച്. അങ്ങനെ ഇവിടുത്തെ ഒരു യുദ്ധക്കളം കഴിഞ്ഞിരിക്കുന്നു. നല്ല സാധനങ്ങൾ കിട്ടി. ഷീൽഡ് 15. ഷീൽഡ് ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല, അതുകൊണ്ട് ഷീൽഡിനെ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല.
അങ്ങനെ വലിയൊരു ഫൈറ്റ് തീർന്നു. ലൂട്ടില്ലാന്ന് പറഞ്ഞിട്ട് കുറേ ലൂട്ട് ഇവിടുന്ന് കിട്ടി എനിക്ക്. ഈ നായി എന്നെ ജീവിക്കാൻ വിടൂലെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന എനിക്ക് തിരിയാത്ത. കിടന്നുറങ്ങാം. ഓ അത് മറ്റേ ട്രീ അല്ലേ? ട്രീ രണ്ടടിയേ ഉള്ളൂ. ഒന്നും തന്നിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ കൊന്നു തിന്നോടെ. ആരെയൊന്നും തന്നില്ല. ക്രീപ്പറെ ഞാൻ ഇപ്പറേ പറയുന്നുണ്ട്. എന്ത് സാധന ഇനി ഇതുവരെയായിട്ട് ഈ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഇത് വെച്ച് കടലിൻ്റെ അടുത്തൊക്കെയാ കാണല് ഞാൻ. ഇവിടെ ഒരു കടലെവിടെ? ക്രോക്കഡൈൽ വരാനി മനുഷ്യരിപ്പോ ചത്തു പോയേന്ന്. ലാസ്റ്റത്തിൽ പോയി. എനിക്ക് പാർക്കോർ വലിയതായിട്ട് അറിഞ്ഞുകൂടാ. അതാ ബിഡാണ്ട് ഇരുന്ന് നിനക്കറിയാം ഏതെങ്കിലും ഒന്നിൽ ഞാൻ പോവെന്ന്. ഞാൻ വലിയൊരു പാർക്കോർ പ്ലെയർ അല്ല. അയണുണ്ട് കുറെ. ഇതൊക്കെ പോട്ടെ, ഇതൊന്നും എനക്കെന്തായാലും ആവശ്യമില്ല. ഇതെടുത്ത് വെക്കാം, ഇതും എടുത്ത് വെക്കാം. ഒരു ഷെൽക്കർ ബോക്സിൻ്റെ ഷെല്ല് എടുത്ത് വെക്കാം. ലൈനസ് റെസിസ്റ്റൻസും ഡാർക്ക്നെസ് റെസിസ്റ്റൻസും. വേറെ ഇതിലെങ്ങോട്ട് പോകാനുള്ള ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടല്ലോ. ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പടേം നമുക്ക് ഈ സാധനം ആവശ്യമുണ്ട്. നമ്മളങ്ങ് എടുത്തു. ഇതും ബുക്കും അങ്ങോട്ട് വരുന്നുണ്ട്. ആക്റ്റീവ് ആക്കിയില്ല. ക്ഷീണിച്ച സത്യം പറഞ്ഞാൽ. അയ്യോ, കാര്യം എന്തുവാന്ന് വെച്ചാല് ഞാൻ ഇത്രയെ തന്നെ എടുക്കാൻ തന്നെ കുറേ മണിക്കൂറായി. കാരണം ഒന്നും കിട്ടുന്നില്ല, സ്ഥലമൊന്നും കാണുന്നില്ല. അതല്ലേ വിറ്റ്. സ്ഥലം കിട്ടണ്ടേ? തപ്പി 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 മണിക്കൂർ എത്രയാണെന്നറിയാവോ തപ്പാൻ തുടങ്ങിയിട്ട്. തന്നെ തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ലടേ. ഇതിൻ്റെ അകത്തുള്ള നല്ല ലൂട്ടും കിട്ടിയ സുഖസുന്ദരം. ഒമ്പത് ഡാമേജ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലാച്ച് അല്ല ചിലന്തി. പിന്നെ എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത് പിന്നെ എന്ത് ചെയ്തിട്ടാ വെറുതെ വന്ന് കടിക്കുന്ന തന്നെ അതിനെ കടിച്ചുക.
അല്ല പിന്നെ ഈ ഒരു ഗോട്ടിനെ കൊല്ലണം. ഗോട്ട് ഒരു ഹോൺ തരാണ്ട്. അല്ല പിന്നെ ഒറിജിനൽ പശുവല്ല, ആട്. ഇനി ഈ നാട്ടിലേക്ക് നമുക്ക് പോയി നോക്കാം ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന്. നല്ല സാധനങ്ങൾ കിട്ടിയായിരുന്നെങ്കിൽ സുഖസുന്ദരമായിരുന്നു. ലാസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് എത്തണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് തിരിഞ്ഞു മറിഞ്ഞല്ല എൻ്റെ വീട്ടിലേക്കാണ് തോന്നല്ലോ പോകുന്നത്. കാരണം കുറഞ്ഞു പോകുന്നത്. ഇതെൻ്റെ വീട്ടിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. വഴിമാറി അതാ ഞാൻ ആലോചിച്ച എന്തോ എവിടെയോ പ്രശ്നമുണ്ടല്ലോ എന്ന്. പോയനെ ഈ ഡഞ്ചൻ മറ്റേ ഡഞ്ചനാവും അല്ലല്ലോ. ഈ ഡഞ്ചൻ നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം ഇത് ഏത് ടൈപ്പാണ്. ഈ ടൈപ്പ് തന്നെ അല്ല. നിനക്കെന്താ കാര്യം ഇവിടെ? ലെതർ ആർമർ ഇട്ടിട്ട് കുട്ടി പിശാച് കത്തില്ല. നിന്നെ എല്ലാത്തിനും ഞാൻ കൊല്ലും. ഈ സ്നൈപ്പർ ഷോട്ട് പോലെ അടിക്കുന്നത് സഹിച്ചുകൂടാത്ത. ഈ റിങ് ആവശ്യമുണ്ട്. ഓ ഇവന്മാരടക്കെ മടുത്തില്ലേ അടിച്ചടിച്ച് ഇവന്മാരെയൊക്കെ അടിച്ചടിച്ച് നാം മടുത്ത് സത്യം പറഞ്ഞാല് വലിയ സുഖമൊന്നുമില്ല അടിക്കാനും. ഞാൻ മിണ്ടാത്തൊന്നും നോക്കണ്ട, അടുത്തു. അടിച്ച് മടുത്തു. അതുകൊണ്ടാ അമ്പോ ഇവിടെ വലിയ ഫൈറ്റ് ആയിരിക്കും. കാരണം കൂട്ടത്തല്ല ഇവിടെ. ഓ ഇവിടെ സ്നൈപ്പറാ. ഓ രണ്ട് സൈഡില്ല. കളിക്കുമ്പോ നോക്കി കളിക്കേ.
ബൾബ് പോയല്ലോ അടിച്ച്. ബൾബ് അടിച്ചോളത്തി കാര്യം അടിച്ചിട്ട് നീ മണ്ട കയറിയിരിക്കണടാ. അടങ്ങ് ഈ സ്നൈപ്പറിനെ കൊണ്ടങ്ങ് തോറ്റാണ്. നീ കത്തിക്കില്ല നിനക്കറിയാം. ഓ അതിപ്പോ ആക്ച്വലി എന്തൊക്കെയാ അവിടെ സംഭവിച്ചത്? നിനക്ക് സത്യം പറഞ്ഞ മനസ്സിലായിക്കില്ല. ഞാൻ ഫുൾ അടി മാത്രമേ ഓർക്കുന്നുള്ളൂ. ഫുൾ അടി കിട്ടുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. ഓ മോനെ, ഐസ് ജെല്ല്, ഇതെല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനം. വരി ഇല്ലമ്പാ. ഇത് ഞാൻ കൊറേ തപ്പിയതാ. അടുത്തത് ഐസ് ജെല്ല്. ഈ സാധനം ഉണ്ടല്ലോ കുറച്ച് പണിയാ കിട്ടാന്. ആ സാധനം വെച്ച് ഇതാക്കിയ ഒരു കത്തിയുണ്ട്, ഐസ് ഫ്രീസാക്കുന്ന പോലത്തെ. ആ കത്തി കിട്ടിയ നല്ല സുഖം. പവർ യൂസ് ചെയ്യാം. എല്ലാ കത്തിക്കും പവർ യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്തുള്ള സ്പെഷ്യൽ കത്തികളിൽ. പക്ഷെ അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അതാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടം. അല്ലാണ്ട് പിന്നെ ഇഷ്ടമുള്ളത് മറ്റൊരു തണ്ടറിനൊരു സാധനമുണ്ട്, ഒരു തണ്ടർ വെപ്പിക്കുന്ന. അതും എനിക്കിഷ്ടമാണ്. അത് ഞാൻ ഇപ്പം ഇവിടെ നിന്ന് തണ്ടർ വിടുവാണെങ്കിൽ എനിക്ക് ഇവിടെയും തണ്ടർ വന്നു നോക്കും, ഇതിൻ്റെ അകത്ത് മാർക്കിട്ട്. അതെനിക്കിഷ്ടമാണ്. അല്ലാണ്ട് പിന്നെ വേറെ എനിക്ക് അങ്ങനെ കത്തിയും സാധനമൊന്നും ഇഷ്ടമല്ല. വേറെ പവറുള്ള കത്തികളെ രണ്ട് കത്തി ഇഷ്ടമല്ല എന്നല്ല, വേറെ മാജിക് കത്തികളൊന്നും വേറെ എനിക്ക് ഇഷ്ടമല്ല. അത് മാത്രമേ ഉള്ളൂ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ലാണ്ട് വേറെ കത്തികളിൽ അങ്ങനെ ഇഷ്ടം എന്ന് പറയാനില്ല. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ കത്തികളിൽ ഇഷ്ടം. നമുക്ക് താക്കോലിട, ഈ താക്കോലിട്ട് എന്തായാലും തുറക്കേസാണ്. ഇതെന്തോ സാധനം? ഞാൻ ഒട്ടും അത് വിചാരിച്ചിട്ടില്ല. അല്ല മോനെ, അടി നിന്റെ ജീവനാണോ കുറയുന്നത് അതോ എൻ്റെ ജീവനോ? ഓ സൈക്കോസൽ. അങ്ങനെ നമ്മൾ മുകളിലെത്തി. അമ്മേ, അതിപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചേ? നമുക്കിന്ന് വലിയൊരു ഡഞ്ചൻസ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഇത്രയും നേരം ട്രൈ ചെയ്തില്ല, എനക്കൊന്നുമില്ല കിട്ടുന്നു വലിയ ഡഞ്ചൻസ് ഒന്നും. നമ്മളിതിപ്പോൾ എത്രാമത്തെ നോക്കുന്നു? അല്ലടാ, എനിക്കെന്താ ബുദ്ധിയില്ല. ഇത്രയും ഫൈറ്റ് ചെയ്യുന്ന ഒരാളോട് വന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ
ഞാൻ ചത്തു. എന്നെ കൊണ്ട് ഇനി വയ്യ. എന്താടാ ചത്തില്ല? അത്രേ ഉള്ളൂ. നീയോ കുട്ടി ഇവനെന്താ അനങ്ങാൻ നോക്കുന്നേ? പവർ ക്രിസ്റ്റൽ. ഹലോ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം ജനറേറ്റ് ആയിട്ട് നോക്കാം. ഇതൊന്നും ഒരു ജനറേഷൻ നടക്കുന്നില്ല. അതാണ് ജനറേഷൻ നടക്കാണ്ട് യാതൊരു കാര്യമില്ല. ഡെസേർട്ട് ബയൻസിലേക്ക് എനിക്കൊന്ന് പോയി നോക്കണം. ഒന്ന് പറഞ്ഞു കളിക്കുന്നത് ഡ്രാഗനാണോ അത്? വായിച്ച ഡ്രാഗനൊന്നല്ല. എന്താ അവിടെ പോയി എൻട്രൻസ് എന്തായാലും എൻ്റർ ചെയ്ത് ഫുള്ള് തല്ലി പൊളിച്ചിട്ട് വരുന്നു. ഓക്കെ. അയ്യോ, അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ടെൻഷൻ ആയിരിക്കും. എന്നെ തള്ളി തായിടാൻ നോക്കുന്നു. ഇങ്ങോട്ടോടാ. വാ 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 വാ. എന്താ പേടിയാ? എന്നെ തല്ലാൻ മാത്രം ധൈര്യം. ഒരുത്തൻ താഴെ പോയിക്കാൻ തോന്നുന്നു. ഗായ്സ്, എൻ്റെ ബാഗ് എവിടെ? ബാഗ് എവിടെ? ബാഗ് കാണുന്നില്ല. എനിക്കൊന്ന് എന്തോ ബഗ്ഗായിട്ടുണ്ട്. ഞാനൊന്ന് ക്രിയേറ്റീവ് എടുത്തിട്ട് എൻ്റെ ബാഗൊന്ന് എടുത്തോട്ടെ. ചില സമയം അങ്ങനെ ബഗ്ഗാവും. അപ്പോൾ അതാണ് സംഭവിച്ചേക്കുന്നത്. നോട്ടെ. ഓ, ഞാനൊരു നിമിഷം ഒന്ന് പേടിച്ച് പോയി. എൻ്റെ എല്ലാ റിസോഴ്സും പോയി. ഞാനൊന്ന്
ഇപ്പം ഈ എപ്പിസോഡ് നിർത്തി, കളിയും നിർത്തി, എല്ലാം നിർത്തി പോയത്. കാര്യം ഇത്രയും സാധനം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ഒരടിക്ക് പോവാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നല്ല. കാരണം അത്രയും കഷ്ടപ്പാടത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. നമുക്കിനി ബുക്കും സാധനമെല്ലാം എടുത്ത് വെക്കാം. വാ 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 ഇനി ഇവിടെ ഒരു യുദ്ധക്കളം കഴിഞ്ഞിട്ടുള്ളു. ഈ വെള്ളം മാറ്റണം. വെള്ളം മാറ്റാണ്ട് കളിക്കാൻ പറ്റൂല. നിന്നെ എല്ലാത്തിനെയും ഞാൻ കൊല്ല. എല്ലാത്തിനും അമ്മേ ഇതെന്താ ഇതെന്തോ അത് പെട്ടെന്ന് അടി വരുന്നേ. ഫോട്ടോ ഫുള്ള് സ്നൈപ്പേഴ്സാ. അതാണൊന്നും പറ്റാത്ത. ഈ സ്നൈപ്പേഴ്സിനെ കൊണ്ടാണ് സഹിക്കാൻ വയ്യാത്ത. ബാക്കിയുള്ളവന്മാരെ എങ്ങനെയാ അടിച്ചിടാം? ഒന്ന് അടങ്ങടാ. വെട്ടിയടക്ക് കൂൾ ഡൗൺ. വെട്ടി വെച്ചോണ്ടിരിക്കുന്നു നിർത്താണ്ട്. മറ്റേ AK-47 എടുത്ത് വെക്കുന്ന പോലെ കിടക്കണം പറഞ്ഞോണ്ട് അച്ഛൻ്റെ ജീവൻ പോയി. തലയൊക്കെ വേദന എടുക്കുന്നു. ആബിലിറ്റി മാജിക് വോൺ എന്താ ചെയ്യുക? ഇതുകൊണ്ടെന്താ ഡാമേജ് എന്തുവാ? 6 Abracadabra. 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 ഈ സംഭവം കൊള്ളാം കേട്ടാ. സംഭവം പൊളിയാ. ഒരു ഇത് വന്നടിക്കുന്നല്ലോ, മറ്റേ ലേസർ ടീം വന്നടിക്കുന്നല്ലോ. കുഴിച്ചെത്തി തോരങ്ങ്. ഞാൻ ഇവിടെ ഇന്ന് കുഴിച്ചില്ലടാ, പ്രശ്നമൊന്നുമില്ല. അല്ല പിന്നെ ആക്രന്ന് പറഞ്ഞിട്ട് ഡാബർ ഉപയോഗിച്ച് ഫുള്ളങ്ങ് പൊളിച്ചെടുത്ത്. അതിനകത്തൊന്നും ഇല്ല വേസ്റ്റ് അല്ലാണ്ട്. എന്നാലും സംഭവം കൊള്ളായിരുന്നേ. അതില്ലെന്ന് പറയാൻ പറ്റൂല. ഇതിൻ്റെ അകത്തെല്ലാം വേസ്റ്റ്.
ഒന്ന് കിടന്നുറങ്ങിയിട്ട് താഴെ പോവാ. ഞാൻ കരകരസിം ആ ഒരു നാട് തന്നെ നശിപ്പിക്കും. ചാർജും തീർന്നു എൻ്റെ ഫോണിൽ. ഒന്ന് ഞാൻ FPS കൂട്ടിയിട്ടിരുന്നേ. പിന്നെയൊക്കെ ഞാൻ എങ്ങനെയാണെങ്കിലും കൊല്ലും. എന്ത് ഇവന്മാർ രണ്ട് ചാവാത്ത്? എന്തോ ഓവർ ഹീറ്റാണ്. വെള്ളം അന്ന് സംഭവിച്ച എനിക്ക് മനസ്സിലാക്കില്ല പെട്ടെന്ന്. വെള്ളം ഇല്ലാണ്ട് ചാവാൻ പോയെ ചൂടെടുത്തിട്ട്. ആബ്രകഡാബ്ര 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 ആബ്രകഡാബ്ര. ഈ ഒരു സ്ഥലം ഞാൻ ഇല്ലാണ്ടാക്കി. ഇങ്ങനൊരു സ്ഥലമേ ജീവനോടെ ഇല്ലാത്ത പോലെ ആക്കുന്നതിന്. നിന്നെയൊക്കെ താൻ ഇവിടെ വെച്ച് തന്നെ ഇല്ലാണ്ടാക്കണം. നീ ഒന്നും എൻ്റെ അടുത്ത് പോലും വരില്ല. സംഭവം കൊള്ളാം. പൂണ്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ അങ്ങനെ അത് അവസാനം പൊട്ടി. ഇനി ബാക്കി എല്ലാത്തിനും കൈകൊണ്ട് തല്ലിക്കൊല്ലും. വാ 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 കൈ കൊണ്ടായി മരണം എല്ലാത്തിൻ്റെ. ചത്ത് നീ ചത്ത്. അല്ല പിന്നെ അവിടെ ഒളിച്ചിരുന്ന കാണത്തില്ല എന്നോ അവൻ്റെ വിചാരം. അവിടെ തലയടിച്ചു പോകുന്നുണ്ട്. വെള്ളം ഇവിടെ എടുത്ത് ഒഴിച്ചാൽ പോരെ. ഓ
ചൂട് കാരണം മനുഷ്യൻ കത്തിപ്പോന്നത്. ഇല്ലാണ്ടായല്ലോ. ഇവിടെ എല്ലാം തീർത്തിട്ട് പോ. പിന്നെ എല്ലാത്തിനും നോക്കല്ലോ, എല്ലാത്തിനും ഇനി ഒന്നിനും മരണം മാത്രമേ ഉള്ളൂ മുമ്പിൽ. വേറെ ആരും വരുമില്ല നിന്നെ ഒന്നും സഹായിക്കാൻ. ഓ ഇവിടെ ഭയങ്കര ഫൈറ്റ് ആണല്ലോ. ഒളിച്ചിരിക്കാന്ന് വിചാരിച്ചോ? ഒളിച്ചിരുന്ന നിന്നെ കണ്ടുപിടിക്കില്ല വിചാരിച്ചല്ലാണോ? പക്ഷെ തെറ്റി. ഒളിച്ചിരുന്നാലും ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടു. അനങ്ങാണ്ടിരുന്നാലും കൊല്ലും. അതാരാ? എവിടെ നിന്നത്? ഓ അവിടെ നിന്നല്ലേ. നീ ഒറ്റയ്ക്കാണ് മോനെ ഉള്ളത്. എന്ത് ചെയ്യും കുട്ടി? എന്ത് ചെയ്യും? ചാകും. അങ്ങനെ ഇവിടുത്തെ ഒരു യുദ്ധം കഴിഞ്ഞു. അല്ല ആശാൻ എന്താ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? കോട്ട് എന്താടാ? എന്താ പ്രശ്നം? എന്താ എന്നാ ശരി. എന്നാ എല്ലാം വരുന്നില്ല. ആരാണ്ടായ പോലെ നിൽക്കുന്നു. അങ്ങോട്ട് അടങ്ങ് വന്നിട്ടടിക്കുന്നു. നാരങ്ങോട്ട് വന്നടിക്കും. നീയൊക്കെ അവിടെ നിൽക്കും. ഡാ മോനെ. ഓ അമ്പുമാൻ അവനെയും തീർത്തു. എന്തുവാ ഉള്ളത് നോക്കാം. ഇവിടെ അല്ല, ഇതാണ് നമ്മുടെ സ്ഥലം. ഇതടത്ത് ഒരു കാര്യം ചെയ്യുന്ന എന്നെ കുളിപ്പിച്ച വെക്ക് എവിടെയെങ്കിലും. തണുത്തേക്ക് പറ. ഞാൻ ചത്ത്. അയ്യോ ഫൈറ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഫൈറ്റ്. എന്തുവായിരുന്നത്? യുദ്ധക്കളവും. അടുത്ത സോഡ് കിട്ടി വെച്ചാൽ മതി നമുക്ക്. ഇതെന്ത്? യൂസ് ദിസ് ഐറ്റം ടു ജമ്പ് എ സൂപ്പർ ജമ്പ്. നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റിംഗ് പീരീഡ് ആണല്ലോ. സൂപ്പർ ജമ്പ് നമുക്ക് ഇവിടെ കൂടെ നോക്കാം. ഗ്രെയിൻ കുടിച്ചത്ത സംഭവം കൊള്ളാം, ഇല്ലാന്നൊന്നും പറയുന്നില്ല.
തുറക്കും എന്തൊക്കെയാ വരുന്നത് വെച്ചതാ. ചെറിയ പോർഷൻസ് ഇത് അത് തന്നെയല്ലോ. വെള്ളടാ താലേ കൂടെ കൂടിക്കട്ടെ. ഞാനിപ്പോ ഇവിടെ ഇത്തിരി പോണ്ട പുറത്ത് അതേ മറന്നുപോയി. സ്പീഡില്ല. അങ്ങനെ കഴിഞ്ഞു. അയ്യോ, അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് ഇവിടെയാണ് നിർത്തി, ഇങ്ങനത്തെ ഒരു ഡഞ്ചൻ്റെ മുകളിലാണ് നിർത്തിയത്. ഈ എപ്പിസോഡിൽ ഈ ഡഞ്ചൻ്റെ മുകളിൽ തന്നെ നിർത്തിയത് സെയിം. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ ബൈ ബൈ.